എന്തൊക്കെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ അമൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രതിസന്ധി നേരിടുന്നത് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നുള്ളതാണ്. ജീവനക്കാരുടെ അപര്യാപ്തത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ശ്വാസം മുട്ടിക്കുകയാണ്. പഴയ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോഴും പിന്തുടരുന്നത്. 120 രോഗികൾക്ക് 2 നഴ്സുമാർ എന്ന അനുപാതത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സുമാരുടെ വിന്യാസം. അപ്പോൾ ആലോചിച്ച് നോക്കും, 120 രോഗികളെ 2 നഴ്സുമാർ പരിചരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അതിൽ പലരും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലുണ്ടാവും. അപ്പോൾ ഒരു തരത്തിലും ജീവനക്കാർക്ക് സമ്മർദ്ദം, അതിസമ്മർദ്ദമാകുന്നു. ജോലി പൂർത്തീകരിക്കാൻ അവർ വലിയ പ്രയാസം നേരിടുന്ന സ്ഥിതിയാണ്. 81 സ്റ്റാഫ് പാറ്റേൺ എന്ന് നമുക്കറിയാം. ഇത്രയും വർഷം, ഈ 40-40 വർഷങ്ങളിലേക്ക് എത്തുമ്പോൾ എത്ര വലിയ മാറ്റം ഈ ആശുപത്രികളിലേക്ക് രോഗികൾ എത്തുന്ന കണക്കിലൊക്കെ എത്രയോ ഇരട്ടിയിലധികം മാറ്റം വന്ന സ്ഥിതിക്ക് ഈ പാറ്റേൺ തന്നെ വളരെ മുൻപേ പരിഷ്കരിക്കേണ്ടതാണ്. രോഗികളുടെ എണ്ണം 5 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത്. രോഗികളുടെ എണ്ണം 5 ഇരട്ടിയായി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലയളവിലൊക്കെ രോഗികൾ ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് സ്റ്റാഫ് വർദ്ധിക്കുന്നില്ല. പഴയ സ്റ്റാഫ് പാറ്റേൺ തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച മെഷീനുകളുടെ കാര്യം. ആ ഉപകരണങ്ങൾ, വലിയ തുക കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഉപകരണങ്ങളുണ്ട്, പുതിയ കെട്ടിടങ്ങൾ ഉണ്ട്. ഇത് തുറന്നു കൊടുക്കാതിരിക്കുക, പുതിയ കെട്ടിടങ്ങൾ തുറന്നു കൊടുക്കാതിരിക്കുക, പുതിയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താതിരിക്കുക, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാൽ ശ്വാസം മുട്ടുകയാണ് നമ്മുടെ തലസ്ഥാന നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രം.